ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട ചില ചിന്തകളെ നമ്മുടെ അറിവിന് വേണ്ടിയിട്ടും നമ്മുടെ ചിന്തയ്ക്കായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതിനും പ്രാധാന്യങ്ങളെ കൊടുക്കുന്നു. ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഡിസംബർ മാസം നമ്മൾ പലതിനും ഒത്തിരി മുൻതൂക്കം കൊടുക്കാറായിട്ടുണ്ട്. പലതിനെയും നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാറായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ക്രിസ്മസ് അപ്പൂപ്പൻ, ക്രിസ്മസ് ട്രീ, നക്ഷത്രം, കേക്ക്, പുൽക്കൂട്ടിനകത്ത് പശുക്കൾ, കാളക്കുട്ടി, ആട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ക്രമപ്പെടുത്തുന്നു. പക്ഷേങ്കിൽ അതിന്നൊരു മത്സരമായി മാറിയിരിക്കുന്നു. പുൽക്കൂട് മത്സരം, അതിൽ സമ്മാനം മേടിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു കാര്യം, ക്രിസ്തുമസിൻ്റെ യഥാർത്ഥമായ സന്ദേശവും അതിൻ്റെ അർത്ഥവും. ഞാൻ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു ആഘോഷത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുന്നതായ ആ ഒരു ഓർമ്മയെ മനുഷ്യൻ ഇന്ന് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നതായ ഒരു സാഹചര്യമാണ്. അതിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ദൈവവചനം പഠിക്കുന്നവർ, ദൈവവചനം വിശ്വസിക്കുന്നവർ, ഒരു യഥാർത്ഥ സത്യ ക്രിസ്ത്യാനികൾ, ദൈവ മക്കൾ, നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. എനിക്കെല്ലാവരോടും ഇത് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ദൈവത്തെ അറിയാത്തവരും ദൈവ മക്കളായി തീരാത്തവരോടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരാത്തവരോടും ഒന്നും നമുക്കിത് പറഞ്ഞാൽ അവർ തർക്കത്തിന് വേണ്ടി അതെടുക്കും. അതങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അതിലേക്കല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ അടയാളം കന്യകയുടെ ഗർഭധാരണവും ആ കന്യക ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതുമായ ആ വലിയ ആ ഒരു അടയാളമാണ് ദൂതൻ, ദൈവം തന്നെ സാക്ഷിച്ചത്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലൂടെ നമ്മൾ ഇന്നലെ അത് കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് അവിടെ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. എവിടെയാണ് യേശു ജനിച്ചത്? നമ്മൾ അതിനൊത്തിരിയും പശുവിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ പശു തൊഴുത്തിലാണ് ജനിച്ചത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യേശുവിൻ്റെ ജനനം അത് യഹൂദന്മാരുടെ എല്ലാ നിയമങ്ങളെയും പാലിച്ചുകൊണ്ടുള്ളതായ ഒരനുഭവമാണ്. അതിന് ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ, യോഹന്നാൻ സ്നാപകൻ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ ഒരു യാഗമായി തീരുവാൻ, അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറുവാൻ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഈ ആട് അറുക്കപ്പെടുവാനുള്ള പാപപരിഹാരമായ യാഗമായി തീരാനുള്ള ഒരു എന്താ പറയുന്നത് ആടായിട്ടാണ് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നാപകയോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്ന് ഒഴിച്ച് കാൽവറിയിൽ യാഗമാകുന്ന ഒരു യാഗവസ്തുവായിട്ട്, യാഗമൃഗമായി മാറി, ഇല്ലയോ, യാഗമായി മാറി. എനിക്കും നിങ്ങൾക്കും പകരക്കാരനായിട്ട് കാൽവറിയിൽ യാഗമായി മാറുക, യാഗവസ്തുവായി മാറുകയാണ്. അപ്പോൾ യഹൂദരുടെ കാലത്ത് അങ്ങനെ പെട്ടെന്ന് യേശു ക്രിസ്തുവിന് ഒരു സുപ്രഭാതത്തിൽ പോയി യാഗവസ്തു ആകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന് കാണുന്നത് എല്ലാ നിയമങ്ങളും, ഈ സ്നാനവും എല്ലാം വരുമ്പോൾ പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ അവിടേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇപ്പോഴിത് സംഭവിക്കണം, ഇതിലൂടെ സകല നീതിയും സകല പ്രമാണങ്ങളും ഒക്കെ നിർവഹിക്കണം, അത് പൂർത്തിയാകണം, അതുകൊണ്ട് അനുവദിക്കാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊക്കെ പിന്നീട് വരും. പക്ഷേ ഇവിടെ നമ്മൾ കാണുമ്പോൾ യേശു കർത്താവ് എവിടെ ജനിച്ചു? നമ്മൾ പറയും പുൽക്കൂട്ടിൽ ജനിച്ചു, കാലിത്തൊഴുത്തിൽ ജനിച്ചു. കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നവിടെ പറഞ്ഞിട്ടില്ല. ഞാനത് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ, എവിടാ? ഈ ബേത്ലഹേം എന്ന് പറയുന്ന ദാവീദിൻ്റെ പട്ടണത്തിലിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അതിനുശേഷം അടുത്ത് വായിക്കുന്നു, 7-ാമത്തെ വാക്യം, 2:7. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി
വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായ്കയാൽ പശു തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇവിടെ കർത്താവിനെ ജനിച്ചത് പശുത്തൊഴുത്തിലല്ല. അപ്പോൾ അവിടെ ജനിച്ച സ്ഥലമോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പ്രസവം നടന്നതെന്ന് എഴുതിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ട് പശു തൊട്ടിയിൽ കിടത്തി. പശു തൊഴുത്തിൽ കിടത്തിയെന്നല്ല. തൊഴുത്ത് വേറെ, പശു തൊട്ടി വേറെ. മേൻഷൻ എന്നുള്ളതായ വാക്ക് അവിടെ ഇംഗ്ലീഷിൽ കാണുന്നു. ഈ പശു തൊട്ടിയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് അന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, യാഗത്തിന് വേണ്ടി ഒരു മൃഗത്തിൻ്റെ അത് നേരത്തെ തന്നെ അവർ തീരുമാനിക്കും. നമ്മൾ ഈ ലേവ്യ യാഗങ്ങൾ പഠിക്കുമ്പോഴത് കാണും. ഊനമില്ലാത്തതിനെ അവർ വേർതിരിച്ചിട്ട് അതിനെ വളർന്നു കഴിയുമ്പോൾ കൊണ്ടുവന്ന് ആലയത്തിൽ യാഗം കഴിക്കും. അപ്പോൾ യേശു കർത്താവ് ഒരു യാഗവസ്തുവായി മാറുകയാണ്. അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ ഈ പ്രമാണപ്രകാരം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പശു തൊട്ടിയിൽ ഒരു കിടാവിനെയോ അല്ലെങ്കിൽ ഏതൊരു മൃഗത്തെയോ അതിനുള്ളിൽ ജനിക്കുമ്പോൾ കിടത്തിയാൽ അതിനർത്ഥം ഇത് യാഗത്തിനുള്ളതാണ് എന്നുള്ളതാണ്. ഈ പശു തൊട്ടി എന്ന് പറയുന്നത് തൊഴുത്തല്ല. പ്രത്യേകിച്ച് ഈ മൃഗങ്ങൾക്ക്, പശുക്കൾക്ക് ആഹാരം കൊടുക്കുവാനായിട്ടും ഈ കുഞ്ഞുങ്ങളെ അവിടെ കിടത്താറായിട്ടുണ്ട്. ആഹാരം കൊടുക്കുന്നതായ ഒരു സ്ഥലമാണ് ഈ പശു തൊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പശുക്കിടാവോ അല്ലെങ്കിൽ കാൽക്കിടാവോ ജനിച്ചു കഴിയുമ്പോൾ ഒരെണ്ണത്തിനെ അവിടെ അവർ ശീലയിൽ ചുറ്റി അവിടെ കിടത്തിയാൽ അതിൻ്റെ അർത്ഥം ഇതിനെ യാഗം, ദൈവത്തിന് യഹോവയ്ക്ക് വേണ്ടി അർപ്പിച്ചതാണ്, യാഗത്തിനുള്ള വസ്തുവാണ് എന്ന് അതിനെ വേർതിരിക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് എന്തുകൊണ്ട് അവിടെ സ്ഥലം കിട്ടാഞ്ഞത്? നമ്മൾ ഓർക്കും അബദ്ധം പറ്റിയതാണോ? അല്ല, മനഃപൂർവമായിട്ട് ഈ നീതി നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒരു യാഗവസ്തുവായി അവിടെ വേർതിരിക്കപ്പെടുകയാണ്. ആ നിമിഷം അവിടെ വേർതിരിക്കപ്പെടുകയാണ്. പശു തൊട്ടിയിൽ കിടന്നു. അതിനുശേഷമുള്ള ഓരോ കർത്താവിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളായിരുന്നു. കാനാവിലെ കല്യാണത്തിലേക്ക് നോക്കിയാലും ബാക്കി ആലയത്തിലേക്ക് കടന്നു പോകുന്നത് നോക്കിയാലും പിന്നീട് നമ്മൾ കാണുന്ന മാതാപിതാക്കൾ കീഴ്പ്പെട്ടു എങ്കിലും കർത്താവിൻ്റെ ജ്ഞാനത്തെപ്പറ്റിയൊക്കെ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് അവിടെ പോയി തർക്കിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെതായ നീതി നിറവേറ്റുന്നതായ, എങ്ങും ഒരു ഊനമില്ലാതെ, ഒരു പഴുതുമില്ലാതെ, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നീതിയോടെ കാൽവറിയിൽ യാഗമായി മാറുന്ന ഒരു യാഗവസ്തുവായിട്ടാണ് കർത്താവ്. അപ്പം അതുകൊണ്ടാണ് ജനിച്ച കർത്താവിനെ ശീലകൾ ചുറ്റിയിട്ട് വഴിയമ്പലത്തിൽ കിടത്തുവാനായിട്ടൊരു സത്രം നോക്കിയിട്ട് കിട്ടിയില്ലാഞ്ഞത് എന്തുകൊണ്ടാണ്? സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന്, യേശു ക്രിസ്തുവിന് കിടക്കുവാനായിട്ട് ഒരു വഴിയമ്പലം ഒരുക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നോ? അങ്ങനെയല്ല, ഇത് നടക്കണം, ഇതിങ്ങനെ നടക്കണം. കാരണം പശു തൊട്ടിയിൽ കിടത്തുന്നത് ഈ യാഗത്തിനുള്ളതിനെയാണ്. അപ്പോഴവിടെ ആദ്യത്തെ ആ നീതി നിറവേറുകയാണ് അവിടെ സംഭവിക്കുന്നത്. വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇന്ന് ആൾക്കാരുടെ ഒരു സംശയം, ഡിസംബർ മാസത്തിൽ തന്നെയാണോ? അതിനവർ പറയുന്നത് ഡിസംബറിലല്ല, തണുപ്പുള്ള ദിവസമല്ല എന്നുള്ളതിന് ഇന്ന് ആൾക്കാർ അനേകർ തർക്കിക്കുന്നതായ ഒരു വാക്യം ഇതാണ്: അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ ഇന്ന് അനേകർ ഇതാണ് ഒരു തർക്ക വിഷയമായിട്ടെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിസംബർ മാസത്തോടോ അല്ലെങ്കിൽ മാർച്ച് മാസമായിക്കൊള്ളട്ടെ, ജനുവരിയിലായിക്കൊള്ളട്ടെ, സെപ്റ്റംബറിലായിക്കൊള്ളട്ടെ, ഏത് മാസമാണെങ്കിലും നമുക്കതിൻ്റെ അകത്ത് എനിക്ക് തർക്കമില്ല, അതേത് പറഞ്ഞാൽ. പക്ഷെങ്കിൽ ഇതിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആട്ടിടയർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തത് ചൂടായതുകൊണ്ടാണ്, അതുകൊണ്ട് യേശു ക്രിസ്തു തണുപ്പത്തല്ല ജനിച്ചത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ വലിയൊരു ആത്മീയ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആട്ടിടയന്മാർ രാത്രിയിൽ ചുമ്മാതെ ചൂടായതുകൊണ്ട് അല്ലെങ്കിൽ വെളിയിൽ പാർത്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ അവിടെ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തു. അപ്പോൾ ഒരു നല്ല ഇടയൻ്റെ ഒരനുഭവത്തെ അവിടെ പഠിപ്പിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോഴിവിടെ ഇടയന്മാർ വെളിയിൽ പാർത്തത്
അകത്ത് ചൂടായതുകൊണ്ട് പുറത്ത് വന്ന് കിടന്നു എന്നല്ല എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ തണുപ്പായിരുന്നെങ്കിൽ അവരകത്ത് പോയി കിടന്നേനെ, അത് ചൂടായതുകൊണ്ടാണ് വെളിയിൽ പാർത്തത് എന്നൊക്കെയുള്ളതായ തർക്കങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ഇവിടെ ഒരു നല്ല സന്ദേശം കാണുകയാണ്. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തു. അപ്പോൾ നല്ല ഒരു കാവൽക്കാരനെ സംബന്ധിച്ചോളം അവന് തണുപ്പായാലും ചൂടായാലും അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവൻ നോക്കുന്ന ആടുകൾക്ക് എന്ത് സംഭവിക്കരുത്, കുറവ് സംഭവിക്കരുത്, ഒരു ദോഷവും സംഭവിക്കരുത്, വന്യമൃഗങ്ങൾ അതിനെ എന്ത് ചെയ്യരുത്, കടിച്ചു കീറി കൊല്ലരുത്, നഷ്ടപ്പെടരുത്. ഒരു നല്ല ഇടയൻ്റെ മാതൃകയാണ് നമുക്ക് കാണുക. അതുകൊണ്ട് അതത്ര ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു. ചുമ്മാ ആട്ടിൻകൂട്ടത്തെ അവിടെ ഇട്ടിട്ട് അവർ വെളിയിൽ പാർത്തു എന്നല്ല എഴുതിയത്, കാവൽ കാത്തു വെളിയിൽ പാർത്തു. അപ്പോൾ ആ കാവൽ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, അനേകർ പറയുകയാണ് അത് വെളിയിൽ പാർത്തു, അത് അകത്ത് ചൂടായതുകൊണ്ടാണ് വെളിയിൽ പാർത്തതെന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. ആ കാലത്ത് അവിടെ അങ്ങനെയായിരുന്നു, ചരിത്രം അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടേതായ ചില വിഷയങ്ങളുടെ മേൽ തർക്കിച്ച് ജയിക്കുവാൻ വേണ്ടി. പക്ഷേ എനിക്കിതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു ആത്മീയ സന്ദേശം കിട്ടുകയാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യേശു ഡിസംബറിലോ ജനുവരിയിലോ ഫെബ്രുവരിയിലോ അത് ഏത് ദിവസം ജനിച്ചോട്ടെ, യേശു ക്രിസ്തു ജനിച്ചല്ലോ, മനുഷ്യനായിട്ട് കുഞ്ഞായിട്ട് ജനിച്ചല്ലോ, എനിക്കത് മാത്രം വിശ്വസിച്ചാൽ മതി. കന്യാമറിയാം അല്ലെങ്കിൽ മറിയ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവസാനം അതിനെ പശു തൊട്ടിയിൽ കിടത്തി. പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്ന് എഴുതിയിട്ടില്ല, ജനിച്ചു പശു തൊട്ടിയിൽ കിടത്തി. ശീലകൾ പൊതിഞ്ഞ പശു തൊട്ടിയിൽ കിടത്തിയത്. പിന്നീട് താഴോട്ട് വരുമ്പോൾ വീണ്ടും കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ അവർ ചെന്ന് ഈ കുഞ്ഞിനെ പശുത്തൊട്ടിയിലല്ല പിന്നെ കണ്ടത്. ഇടയന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ പോയി കാണുന്നത് പശുത്തൊട്ടിയിലല്ല. ഞാൻ അതുകൂടെ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. വരും ദിവസങ്ങൾ ബാക്കി പഠിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഞാൻ വിവരിച്ചു പറയാം. ഇത് സമയത്തിൻ്റെ പരിധി മൂലമാണ് ഞാൻ ഈ ഷോർട്ടായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ വെളിയിൽ പാർക്കുന്നതിൻ്റേതായ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നല്ല ഇടയന്മാരായിരുന്നു. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ, തണുപ്പത്ത് പോലും, അല്ലെങ്കിൽ തണുപ്പോ ചൂടോ ഒന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുക. അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തു. അതുകൊണ്ട് വെളിയിൽ പാർത്തത് ചൂടായതുകൊണ്ട് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും കാണുന്നത്, ഇടയന്മാർ യേശുവിനെ അവിടെ കണ്ടുവെങ്കിൽ ഇപ്പോഴിവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിദ്വാൻമാർ യേശുവിനെ കണ്ടത് എവിടെയാണ്? പുൽത്തൊഴുത്തിലല്ല, കാലിക്കൂട്ടിലല്ല. പിന്നെയോ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഇവിടെ നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ കഴിഞ്ഞു, ഇപ്പോൾ അവരെ കാണുന്നത് വീട്ടിലാണ്. കുറച്ചുകൂടെ ഒരു വ്യത്യാസത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇനിയും ഇവിടെയും മറ്റൊരു ആത്മീയ സത്യം കൂടെ വെളിപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ സത്യവും തിരിച്ചറിയുന്നില്ല. എന്താണെന്നറിയാമോ? ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത്, ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. ഇപ്പോഴവിടെ അമ്മയും കണ്ടു, മോനെയും കണ്ടു, യേശുവിനെയും കണ്ടു, മറിയത്തെയും കണ്ടു. പക്ഷെങ്കിൽ അടുത്തത് വീണ്, 2 പേര് ഒരുമിച്ച് അവിടെ ഇരിക്കുമ്പോൾ വീണ് അവരെ നമസ്കരിച്ചു എന്ന് എഴുതേണ്ടതിന് പകരം ദേ ബൗ ഡൗൺ ആൻഡ് വർഷിപ്പ് ഹിം, അവനെ നമസ്കരിച്ചു. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? കർത്താവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. മറിയ നല്ലൊരു അമ്മയായിരുന്നു, മറിയ നല്ലൊരു മാതൃകയായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ മറിയത്തെ ആരാധിക്കുവാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ദൈവവചനത്തിന് തെറ്റ് സംഭവിക്കാറില്ല. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ കണ്ടു എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ശിശുവിനെ മാത്രമല്ല അവർ കാണുന്നത്, ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു, ഇല്ലയോ? വീണ്
അവനെ മാത്രം നമസ്കരിച്ചു. അവനെ നമസ്കരിച്ചു. എന്തുകൊണ്ടാണ് രണ്ടുപേരെയും കൂടെ നമസ്കരിക്കാഞ്ഞത്? കാരണം ദൈവപുത്രൻ്റെ അമ്മയല്ലേ. അമ്മയ്ക്കൂടെ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കാം. അല്ലെങ്കിൽ ഈ ആരാധന കുറച്ച് അമ്മയ്ക്കൂടെ. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെ തുല്യരല്ലേ, ദൈവത്തിൻ്റെ അമ്മയല്ലേ. ആ ഒരു പരിഗണനയൊക്കെ വെച്ച് അവിടെ തുടങ്ങാമായിരുന്നു മറിയയോടുള്ള ആരാധന. പക്ഷെങ്കിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ കൊണ്ട് നമസ്കരിപ്പിച്ചത് ദൈവപുത്രനെ മാത്രം. അപ്പോൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രം. ക്രിസ്മസിൻ്റെ മറ്റൊരു വലിയ സന്ദേശം കൂടിയാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തെ നമുക്ക് പഠിക്കാം, വചനത്തിൻ്റെ സത്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. തർക്ക വിഷയങ്ങളിലേക്ക് പോകാതെ ആവശ്യമില്ലാത്തതായ മറ്റുള്ള കാര്യങ്ങൾ, പുൽക്കൂടാണോ മുഖ്യം, അല്ല കാലിത്തൊഴുത്താണോ മുഖ്യം, കാലിത്തൊഴുത്തിലാണോ, അല്ലെങ്കിൽ മഞ്ഞായിരുന്നോ, വെയിലായിരുന്നോ, തണുപ്പായിരുന്നോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾക്കിവിടെ കാണുന്നത് ദൈവം തന്ന അടയാളം അത് നിവൃത്തിയായി. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കിടക്കേണ്ടയിടത്ത് ആദ്യത്തെ നിയമം പൂർത്തിയാക്കി. യഹൂദന്മാരുടെ ആദ്യത്തെ നിയമത്തെ അവിടെ പൂർത്തിയാക്കുന്നു. 2, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രം, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ ക്രിസ്മസിന്, ഈ ക്രിസ്മസ് അതൊരാഘോഷമല്ല, ആരാധനയുടെ, സമർപ്പണത്തിൻ്റെ, വണക്കത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരനുഭവമായിട്ട് മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുപ്പിറവിയെ ഓർക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തെയും ആഴത്തെയും മനസ്സിലാക്കി കർത്താവെ, അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് കർത്താവ് ജീവിതത്തിലൂടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയാ ഞങ്ങളെല്ലാം നിറയ്ക്കണം. ഞങ്ങളുടെ കർത്താവെ, ഈ ക്രിസ്മസ് കാലയളവ് അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും, ക്രിസ്തുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാനും, ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.